And although he's not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ടാക്സ് 1-ൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് പറയുമ്പം എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നത്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ കാര്യമായിട്ട്. അപ്പോൾ തിയറിയിൽ നമുക്ക് 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ്സിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം, എസ് എസ് സി എന്ന് പറയുമ്പം അതിൽ എസ് എസ് സി ഡിഫോൾട്ട്, അതുപോലെ തന്നെ ഡീംഡ് എസ് എസ് സി ഇതൊക്കെ ചോദിക്കാം. പിന്നെ ഹെഡ്സ് ഓഫ് ഇൻകം എന്താണെന്ന് ചോദിക്കാം, അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ്, അങ്ങനെ കുറച്ച് അതിൽ പറഞ്ഞ 2 മാർക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ്. ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. പേഴ്സൺ എന്താണ് അത് ചോദിക്കാം. പിന്നെ ഒരു 5 മാർക്സിന് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ അതിലിരിക്കുന്നത് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്താണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് മൊഡ്യൂൾ 1 എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇത്രയും പാർട്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാക്കിയുള്ള നോക്കണ്ടെന്നല്ലാതെ ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മതി. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിൽ റെസിഡൻസ് ആൻഡ് ടാക്സ് ലാബിലിറ്റി ആണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ തിയറി ആയിട്ട് നമുക്ക് ചോദിക്കാം. തിയറി ചിലപ്പം 15 മാർക്സിന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 15 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ എഴുതണം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്താവും അത് എഴുതണം. പ്ലസ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും കൂടി എഴുതണം 15 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻകം ആർക്കൊക്കെ ടാക്സബിൾ ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയില്ലേ, അതും കൂടി നമ്മൾ കാണിക്കേണ്ടി വരും. ഇനി 5 മാർക്സിനാണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടീഷൻസ് എഴുതിയിട്ട് എങ്ങനെയാണ് അത് കണ്ടീഷൻസ് വെച്ച് നമ്മൾ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്യുന്നത് അത് മാത്രം എഴുതിയാൽ മതിയാവും തിയറി ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ പ്രോബ്ലം ചോദിക്കാറുണ്ട്, സെയിം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലവും ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് അതിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സിൻ്റെ പ്രോബ്ലം നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലവും നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം, അത് ആ ഇൻസിഡൻസ് ഓഫ് ടാക്സിൻ്റെ പാർട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ 5 മാർക്സിൻ്റെ, അതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അല്ലാതെ എല്ലാ ഹെഡും വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഷൻ അല്ല വരുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻകം തരും, അത് 3 റെസിഡൻസിൻ്റെ കേസ് വരും, അതിൽ ആർക്കൊക്കെ ടാക്സബിൾ ആവും അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പിന്നെ അതിലൊരു പാർട്ട് വരുന്നത് എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്. അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകത്തിൽ ഏതെങ്കിലും ഒരു 10 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെക്കുക, അതങ്ങനെ ചോദിക്കാം. ഒരു 10 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം അങ്ങനെ ആയിട്ട് ചോദിക്കുള്ളൂ. അപ്പോൾ അത്ര മാത്രം നോക്കി വെച്ചാൽ മതി എക്സംപ്റ്റഡ് ഇൻകത്തിൻ്റെ കേസിൽ. പിന്നെ ഇതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനിയൊക്കെ ചിലപ്പം നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലാതെ അതിൻ്റെ പ്രോബ്ലം ആയിട്ടൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇതാണ് മൊഡ്യൂൾ 2-ൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ ഇൻകം ഫ്രം സാലറി ആണ്. ഇപ്പോൾ തേർഡ് മൊഡ്യൂള് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാലറി, സാലറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പെൻഷൻ, അതിൻ്റെ പ്രോബ്ലം നമുക്ക് 5 മാർക്സിന് ചോദിക്കാം, പെൻഷൻ്റെ പ്രോബ്ലംസ്. അതുപോലെ ഗ്രാറ്റുവിറ്റിയുടെ പ്രോബ്ലം. ഈ പ്രോബ്ലം എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് തിയറി ചോദിക്കാം, ചിലപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ആയിട്ട് ചോദിക്കാം. എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പെൻഷൻ ആയാലും ഗ്രാറ്റുവിറ്റി ആയാലും കണ്ടീഷൻസ് പഠിച്ചു വെക്കുക, പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, ചിലപ്പം അത് കണ്ടീഷൻസ് ചോദിക്കാം. അതുപോലെ ലീവ് എൻകാഷ്മെൻറ്റ്, ചാൻസ് കുറവാണ് ലീവ് എൻകാഷ്മെൻറ്റ് 5 മാർക്സിന് ചോദിക്കാൻ, എന്നാലും അത് നോക്കി വെച്ചോ. അതുപോലെ HRA, റെൻറ്റ് ഫ്രീ ഹൗസ്, രണ്ട് ഞാൻ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്, രണ്ടും ഒരുമിച്ച് തന്നെ നിങ്ങൾ നോക്കണം. എന്ന് വെച്ചാൽ മാറിപ്പോകുന്നതാണ്. HRAയും റെൻറ്റ് ഫ്രീ ഹൗസും രണ്ട് റെൻറ്റ് ബേസ്ഡ് ഹൗസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ടും നിങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ അതിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഹു ഇസ് എ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ തിയറി ചോദിക്കാം, ആ ടൈപ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാം. പിന്നെ വരുന്നത് അതിൽ മെയിനായിട്ട് 15 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും,
90% ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി. ഇപ്പോൾ ഇൻകം ഫ്രം സാലറി ചോദിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അലവൻസസ് ആണ്. അപ്പോൾ അതിൽ ടാക്സബിൾ അലവൻസ് എത്രയെങ്കിലും ഒരു 5-6 ചോദിക്കാം. അതുപോലെ നോൺ ടാക്സബിൾ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ടാക്സബിൾ അലവൻസസ് ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3യിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് 5 മാർക്സിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ കുറച്ച് എക്സംപ്റ്റഡ് നമുക്ക് തന്നിട്ടുണ്ട്, അത് പഠിക്കുക, എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ 2 മാർക്സിന് ചോദിക്കാം കോമ്പോസിറ്റ് റെന്റ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ ടൈപ്സ് ഓഫ് റെന്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ആനുവൽ വാല്യൂ, അതിൽ നമുക്ക് വരുന്നത് ആ സ്റ്റാൻഡേർഡ് റെന്റ്, ആക്ച്വൽ റെന്റ്, അതിൻ്റെ ഒക്കെ അത് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ആനുവൽ വാല്യൂ എന്ന് വരുന്ന ഡിഡക്ഷൻസ്, അതിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ്, അതുപോലെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്, അതൊക്കെ ചോദിക്കാം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. അതുകൊണ്ട് ഡിഡക്ഷൻ ഫ്രം ആനുവൽ വാല്യൂയിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 2 മാർക്സിന് ചോദിച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ഡിഡക്ഷൻ ഫ്രം ആനുവൽ വാല്യൂ നോക്കാം. പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം നോക്കാം. തിയറി ഏതോ ഒരു വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിയറിയും ജസ്റ്റ് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തിയറി എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതിൻ്റെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 4ൽ വരുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് 5 മാർക്സിന് ചോദിക്കാം. പിന്നെ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പം നിങ്ങൾക്ക് 15 മാർക്സിനായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മൊഡ്യൂൾ 4ൽ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി നമ്മുടെ മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ബ്ലോക്ക് ഓഫ് അസെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷൻ, അത് നമുക്ക് തിയറി ആയിട്ടും ചോദിക്കാം, പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിൽ വരുന്നുള്ളൂ. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ അതുകൊണ്ട് അതൊരു ചെറിയൊരു പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്താണെന്ന്. പിന്നെ നമുക്ക് സെക്ഷൻ 36, 37, അതേപോലെ 43B, ഈ 3 കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. പിന്നെ അത് 5 മാർക്സിന് ചോദിക്കുകയാണ്. സെക്ഷൻ 36 ചോദിക്കാം, 37 ചോദിക്കാം, 43B ചോദിക്കാം. അതെല്ലാം നമുക്ക് 5 മാർക്സിന് ചോദിക്കാനുള്ളത് വെച്ചാൽ നമുക്ക് അതിൽ ഏതൊക്കെ എക്സ്പെൻസസ് വരുന്നതെന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചോദിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷന്, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 15 മാർക്സിന് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് 15 മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ ആണ്. നമുക്കൊന്നും ചെയ്യാനില്ല, അത് നോട്ട് അലൗഡൊക്കെ എടുത്ത് മാറ്റിയാൽ മാത്രം മതി. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആരും സ്കിപ്പ് ചെയ്ത് അത് നല്ലപോലെ പഠിക്കുക. 15 മാർക്സിന് ചോദിക്കാൻ 80% ചാൻസ് ഉണ്ട്. നമ്മൾ 100% പറയുന്നില്ല, 80% ചാൻസ് ഉണ്ട്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്കത് 15 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് നമ്മൾ 1-2 ഐറ്റംസ് മൈനസ് ചെയ്യുന്നത് വിട്ടുപോയി അങ്ങനെയൊന്നും ഉണ്ടെങ്കിലും ഒരു 2 or 3 മാർക്സ് മാത്രമേ കട്ടാവുള്ളൂ. ബാക്കി നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പം മൊഡ്യൂൾ 5ൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. പിന്നെ 15 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ ഇൻകം ഫ്രം സാലറി ആണ്. അത് 90% ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. 100% തന്നെ പറയാം, പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ 100% പറയാൻ പറ്റത്തില്ലല്ലോ. 100% ചാൻസ് ആണ്, പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 90% പറയുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5ൽ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സ് 1ൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. അത് ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രഡക്ഷനിലുള്ളത് പറഞ്ഞു, സെക്കൻഡ് മൊഡ്യൂൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വരുന്നത്, തേർഡ് മൊഡ്യൂൾ ഇൻകം ഫ്രം സാലറി, ഫോർത്ത് മൊഡ്യൂൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫിഫ്ത്ത് മൊഡ്യൂൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ഇത്രയും ചാപ്റ്റേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ റാൻഡം ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് വരണം നിർബന്ധമില്ല. എന്നാലും ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു എന്തായാലും അബവ് 60 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നോക്കുക. അതിൽ വരുന്നത് ചിലപ്പോൾ റിപ്പീറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക നിങ്ങൾ. ഇത്രയാണെങ്കിൽ എന്തായാലും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.
ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പം യൂട്യൂബിൽ നമുക്ക് കമൻറ്റിൻ്റെ മേലെ റിപ്ലൈ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയില്ലേ പിന്നെയും ചോദിച്ച് അങ്ങനെ വരേണ്ടത് കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാൻ പറയുന്നത്. ഇൻസ്റ്റഗ്രാം ഐ ഡി അബൌട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാ പ്രോബ്ലംസും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാം. ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.